According to the Shell model, the nuclear magnetical momentum of an aluminum 1327 nucleus is given that for a proton, അങ്ങനെ കുറച്ച് കണ്ടീഷൻ നമ്മൾ നല്ലതാണ് പഠിക്കുന്നത്. ജി എല്ലിൻ്റെ വാല്യൂ പ്രോട്ടോണിൻ്റെ 1 ആണ്, ജി എസിൻ്റെ വാല്യൂ 5.586 ആണ്. അതുപോലെ തന്നെ ജി എല്ലിൻ്റെ വാല്യൂ ന്യൂട്രോണിൻ്റെ 0 ആണ്, ജി എസിൻ്റെ -3.38 ആണ്. ശരിക്കും ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് -3.38, ഇവിടെ -826 തൽക്കാലം ഈ വാല്യൂസ് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ അലുമിനിയം 1327 എടുത്തു. നമുക്ക് മനസ്സിലായി സെറ്റിൻ്റെ നമ്പർ എത്രയാണ്? 13 27 13 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? നമുക്ക് 14 കിട്ടിയത് എന്നിൻ്റെ വാല്യൂ, ന്യൂട്രോൺസിൻ്റെ നമ്പർ കിട്ടിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓട് പ്രോട്ടോൺ കേസാണ്. അപ്പോൾ നമ്മൾ എഴുതി SSPD SDFP ആ സീരീസ് പഠിച്ചില്ല, അത് അതുപോലെ തന്നെ എഴുതി വെച്ചു. 13 ആൾക്കാരല്ലേ ഉള്ളൂ, 13 ആൾക്കാരെ നിറച്ചാൽ മതി നമുക്ക്. അപ്പോൾ ഇവിടെ 2 നിറച്ചു, ഇവിടെ 4 നിറച്ചു, 2 നിറച്ചു, ബാക്കിയുള്ളത് ഇവിടെ 6 നിറയ്ക്കാം. പക്ഷെ നമുക്ക് 13 ആയ കാരണം 5 നിറയ്ക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നമ്മൾ കൂട്ടി നോക്കി മുകളത്തെ 8 5 13 വരുന്നുണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ല് 1D 5/2 ഹോൾ റൈസ് ടു 5 ആണ് മനസ്സിലായി. അപ്പോൾ നമ്മൾ നോക്കി ഈ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വരാം? 2+½ വരാം, 2 - ½ വരാം അല്ലേ? 2+½ ആണ് 5/2, 2 - ½ 3/2 ആണ്. അപ്പോൾ L+½ വരണ കേസിന് നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രെച്ച് കേസ് എന്ന് സ്ട്രെച്ച് കേസ്. L-½ നമ്മൾ ജാക്ക് നൈഫ് കേസ് എന്നും പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ സ്ട്രെച്ച് കേസാണ് വരുന്നത്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇവനാണ്. ടെസ്റ്റിൽ ജാക്ക് നൈഫ് കേസിൻ്റെ ഫോർമുലയിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. ശരിക്കും നമ്മൾ അതല്ല ഉപയോഗിക്കുക, പക്ഷേ സ്ട്രെച്ചിൻ്റെ ശരിയായ ഫോർമുലയാണ് μ(n) എന്ന് പറയുന്നത് J-½ GL + GS / 2. അത് അതുപോലെ തന്നെയാണ്. ജെൻ്റെ വാല്യൂ നമ്മൾ എത്ര എഴുതി? 5/2 എഴുതി. 5/2 - 1/2 എന്ന് പറയുമ്പോൾ 4/2 ആണ്, 2 ആണ്. GLൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു പ്രോട്ടോൺ ആണ്, നമുക്ക് ഓട് പ്രോട്ടോൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവൻ്റെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി. GL 1 GS 5.586 ആണ്. നമ്മളത് ഇട്ട് കൊടുത്തു. ഇത് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇതിൻ്റെ വാല്യൂ എത്ര? 2.79 ആണ് ഇവൻ്റെ വാല്യൂ കിട്ടുക. അത് GS / 2 നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് 4.79 കിട്ടി.